ഹലോ. അപ്പോഴേ ക്രിസ്മസൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞല്ലോ അല്ലേ? ക്രിസ്മസ് കഴിഞ്ഞു, പക്ഷേ പൂക്കാലങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒന്നിന് പിറകെ ഒന്നായി ഓരോരോ ചെടികളിങ്ങനെ പൂത്ത് നിറഞ്ഞ് തുളുമ്പുകയാണ് കേട്ടോ. എൻ്റെ ഗ്രീൻ സ്പേസിനുമായിട്ടുള്ള ഗാർലിക് ക്രീപ്പറുണ്ടല്ലോ, അത് നിറച്ച് പൂത്തു. മിനിങ്ങാന്ന് തൊട്ട് പൂക്കുന്നതാണ്. 24-ാം തീയതി തൊട്ട് 23-ാം തീയതി തൊട്ട് അത് മൊട്ട് നന്നായിട്ട് വന്നു തുടങ്ങി. 24 കുറച്ച് പൂത്തു, കുറച്ച് വിടർന്നു. അതിന് ശേഷം 25-ാം തീയതി ഇന്നലെ നന്നായിട്ട് വിടർന്നു. ഏകദേശം 1/4 ഭാഗത്തോളം വിടർന്നു കഴിഞ്ഞു. ഇന്ന് രാവിലെ നോക്കിയപ്പോഴേക്കും കുഞ്ഞു കുഞ്ഞു കിളികൾ വന്ന് അതിലിരുന്ന് തേൻ കുടിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിൻ്റെ വീഡിയോ അങ്ങ് എടുത്തേക്കാവുന്ന. പക്ഷേ ഞാൻ ഫോൺ കൊണ്ടൊക്കെ ചെന്നപ്പോഴേക്കും ഉണ്ടല്ലോ, ആ കുഞ്ഞു കിളികളെല്ലാം പറന്നുപോയി. അങ്ങനെ ഈ ക്രീപ്പർ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ എൻ്റെ വൈറ്റ് പാംസിൻ്റെ മേളിലോട്ടെല്ലാം കയറിയിട്ടുണ്ട് കേട്ടോ. വൈറ്റ് പാംസിൻ്റെ മേളിലോട്ട് കയറി കിടക്കുകയാണ്. എൻ്റെ നാട്ടുചെമ്പവും അങ്ങനെ നന്നായിട്ട് പൂത്തുകൊണ്ടേയിരിക്കുന്നു. എത്ര നാളായി ഇതിങ്ങനെ പൂത്തു തുടങ്ങിയിട്ട്. എല്ലാ ദിവസവും അതിൽ തേനീച്ചകൾ വന്ന് തേൻ കുടിക്കുകയും അവർ തേൻ ശേഖരിച്ച് ഞങ്ങളുടെ സ്വന്തം തേനീച്ചക്കൂട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഈ ഗാർലിക് വൈൻ ഇങ്ങനെ ഈ ക്രീപ്പർ ഇങ്ങനെ പൂത്ത് കിടക്കുന്നതാണ് അതിമനോഹരമായിട്ട് തോന്നി. ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ ഇതിങ്ങനെ ഇത്രയും നന്നായിട്ട് പൂക്കുന്നത്. പിന്നെ എൻ്റെ ബൊഗെയിൻ വില്ലകൾ ഇങ്ങനെ പൂത്ത് വരുന്നതിനോടൊപ്പം പിന്നെയും എൻ്റെ കണ്ണ് മൊത്തം ഈ ഗാർലിക് വൈൻ്റെ ലേക്കാണ് പോകുന്നത് കേട്ടോ. എനിക്ക് ഇന്നത് നല്ല മനോഹരമായിട്ട് എല്ലാ പൂക്കളും മുട്ടുകളും ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കൊണ്ടേ കാണാനും ഭയങ്കര രസകരമായിട്ട് തോന്നി. രാവിലെ അതിമനോഹരമായിരുന്നു കേട്ടോ. കിളികളൊക്കെ വന്നിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം. എൻ്റെ ബൊഗെയിൻവില്ലയിലെ ആദ്യം വിടർന്ന പൂക്കളെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞ് ഏകദേശം തീരാറായി. എൻ്റെ ക്രിസ്മസ് മാജിക് പ്ലാന്റ് കണ്ടോ, ആ ചെടി ഏറ്റവും ഓരോ ദിവസം ചെല്ലുന്തോറും ഭംഗിയേറി വരുവായിരുന്നു. അതിൻ്റെ കളറുകൾ മനോഹരമായി കൊണ്ടിരിക്കുകയാണ്. അതിലിങ്ങനെ ചെറിയ മഞ്ഞുതുള്ളികൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത്, അതിങ്ങനെ തിളങ്ങുന്നത് കണ്ടോ. ഒരു വെളുത്ത് കണ്ടോ മഞ്ഞ് പിടിച്ചിരിക്കുന്നത് കണ്ടോ. അയ്യോ എത്ര രസമാണെന്നറിയാമോ. എൻ്റെ ഫോണിൽ എൻ്റെ ഈ ക്യാമറയിൽ അത്ര നന്നായിട്ട് ക്ലിയർ ഇല്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ എത്ര തിളങ്ങും അങ്ങ് ഈ വെയിലടിച്ചിട്ട്. ഇതൊരു ഭയങ്കര എത്ര വർണ്ണിച്ചാലും മതിയാകാത്ത. കാരണം ഞാനിതിനെ ആദ്യം തൊട്ട് കാണിക്കുന്നുണ്ട് എൻ്റെ ബ്ലോഗുകളിലെല്ലാം. കാരണം ഇതിൻ്റെ ഈ ഇലകൾ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ വരുന്നത്, അതിൻ്റെ നിറം മാറി മാറി ഇങ്ങനെ വരുന്നത് കാണാൻ എത്ര മനോഹരമാണെന്ന് നോക്കി. അതിൻ്റെ നടുക്കുണ്ടാകുന്ന ചെറിയ പൂവ് അതും അങ്ങനെ നന്നായിട്ടിരിക്കുന്നു. പിന്നെ ഇതുവരെ പൂക്കാത്ത എൻ്റെ ബൊഗെയിൻവില്ലയൊക്കെ പൂത്തു തുടങ്ങി കണ്ടോ. അവരും നല്ല നല്ല കളറുകളായിട്ട് ഇങ്ങനെ വെളിയിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം പൂത്തവരെല്ലാം പോയി കണ്ടോ. ഇതിനകത്ത് ഇലകളുണ്ട് വ്യത്യാസമായിട്ട് വന്നേക്കുന്നുണ്ട്. ബൊഗെയിൻവില്ലയുടെ ഇലകൾക്കൊരു ഡിസൈനുണ്ട്. ഇതും കുറച്ച് നാളായി പൂത്ത് നിൽക്കുന്നു, പക്ഷേ ഇതൊരു പൊഴിഞ്ഞില്ല. പൂക്കാത്തതെല്ലാം ഇപ്പോൾ പൂക്കളുണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ബൊഗെയിൻവില്ല ആദ്യം വിരിഞ്ഞതൊക്കെ പൊഴിഞ്ഞ് തുടങ്ങിയെങ്കിലും അടുത്തത് വന്നു തുടങ്ങി. അതിൻ്റെ പീച്ച് കളർ അത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറയുന്നത് പോലൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിയായിട്ടങ്ങ് വിടരത്തില്ല, 3/4 ഭാഗമേ വിടരുള്ളൂ. ചെറിയ പൂക്കൾ പീച്ച് കളറാണ്. എൻ്റെ ഇലകൾക്കും ഒരു വ്യത്യാസം ഉണ്ട് കണ്ടോ. അപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്.